ഇന്ന് നമ്മൾ സബ്ട്രാക്ഷൻ തന്നെ വേറൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലേക്ക് നോക്കിയോ. സാധാരണ നമുക്ക് എല്ലാവർക്കും സബ്ട്രാക്ഷൻ അറിയാമല്ലോ, നമ്മൾ ചെയ്ത് വരാറുണ്ട്. അതിൽ നിന്ന് മാറി ചിന്തിച്ച് നോക്കാം കേട്ടോ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇപ്പം നമ്മൾ 8 9 6 3 7 8 സബ്ട്രാക്ട് ചെയ്യണം. നോർമൽ കേസിൽ നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ 8 നിന്ന് 6 പോകില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബോർ ചെയ്തൊക്കെ നമ്മൾ ചെയ്യാറല്ലേ. ഇപ്പോഴത്തെ 9 നിന്ന് ബോർ ചെയ്ത് 16 സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ അല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വരണം നിർബന്ധമൊന്നുമില്ലോ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തത അതുപോലെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വേണ്ട. അതിന് മുന്നൊരു കാര്യം അറിയണം. നമ്മൾ 1 2 3 4 5 ഇതന്നെ കോംപ്ലിമെൻറ്റ് നമ്പറുകളാണ്. ഇത് തന്നെ 5 വന്നാൽ 5 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണം. ഇവിടെ 6 വരും, ഇവിടെ 7 വരും, ഇവിടെ 8 വരും, ഇവിടെ 9 വരും. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. 1 9 2 8 അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. സാധാരണ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല, അതിന് പകരം ഇവിടെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഒരു ചെറിയ ശ്രദ്ധ വരണം മാത്രമേ ഉള്ളൂ. നമുക്ക് ബോർ ചെയ്യേണ്ട കാര്യമില്ല. ബോർ ചെയ്യേണ്ടതിന് എങ്ങനെ ആൻസർ കിട്ടാൻ നമുക്ക് നോക്കാം. അപ്പോൾ 8 - 3 നിങ്ങൾക്കറിയാം 5. ആ 5 തന്നെ എഴുതാം, നോ പ്രോബ്ലം. 9 - 7 കാരണം ഇവിടെ ലാർജർ നമ്പർ ആയതുകൊണ്ട് 9 - 2 എന്ന് എഴുതാം. പക്ഷേ ഈ നമ്പർ ഏതിനേക്കാളും മുന്നേ ഓരോ കേസിലും തൊട്ടടുത്ത നമ്പർ നിങ്ങൾ നോക്കണം. ഇവിടെ ഏതിനേക്കാളും മുന്നേ നെക്സ്റ്റ് നമ്പർ നോക്കുമ്പോൾ ഇവിടെ 6ഉം ഇവിടെ 8 ആണ്. 6 ഈസ് ലെസ് ദാൻ 8. അങ്ങനെ വരുന്ന കേസുകളിൽ 9 - 7 നമ്മൾ സാധാരണ 2 എന്നാണ് എഴുതാം. നിങ്ങൾ 2 എഴുതരുത്, അതിന് പകരം 1 ഇട്ടാൽ മതി. നമ്മൾക്ക് ബോറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി 9 - 7 2 ആണ്. 1 എഴുതാനുള്ള കാരണം 6 ഈസ് ലെസ് ദാൻ 8 ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടെ 8 ആണ് വരുന്നത്. 8ന്റെ കോംപ്ലിമെന്റ് നമ്മൾ ഏതാ 8 വരുമ്പോൾ ഏതാ നമ്മൾ എടുക്കേണ്ടത്? 8 വരുമ്പോൾ 2 ആണ് എടുക്കേണ്ടത്. ഈ 2 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഈ നമ്പറിൻ്റെ 8ന്റെ കോംപ്ലിമെന്റ് ആയിട്ട് വരുന്ന നമ്പർ 2 ആണ്. 2ന്റെ കൂടെ ഈ 6 ആഡ് ചെയ്താൽ നമ്മുടെ 8 ആയി, ആൻസറായി. നമ്മൾ ബോർ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, വേറെ സ്റ്റൈലിൽ ചെയ്തു, നമുക്ക് അതേ ആൻസർ കിട്ടി. മനസ്സിലായോ? ഈ വേറെ നമ്പർ ഇത്ര 3 ഡിജിറ്റ് നമുക്ക് എത്ര ഡിജിറ്റ് ആണ് എഴുതാന്നേ? 7 8 9 3 2 1 കറക്റ്റേ. 4 3 6 5 പിന്നെ ഏതാ വേണ്ട നമുക്ക് 1 0 ഏതുകളായിട്ടുണ്ട് സബ്ട്രാക്ട് ചെയ്തു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ കുറച്ച് ശ്രദ്ധിച്ച് തന്നോളൂ. മൂവ്മെൻറ്റ് 7 - 4 ആക്ച്വലി ഞാൻ 3 ആണ് എഴുതേണ്ടത്. 3 എഴുതണേക്കാൾ മുന്നേ ഞാൻ ഇവിടെ നോക്കും 8 ലെസ് ആണോ ഗ്രേറ്റർ ആണോ. 8 3 ഗ്രേറ്റർ ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ 3 എന്ന് എഴുതാം. അതെല്ലാം തന്നെ നമ്മൾ ഒന്ന് മൈനസ് ചെയ്ത് എഴുതണം കേട്ടോ. 8 - 3 ഞാൻ ആക്ച്വലി 5 ആണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ 9 - 6 9 ആണ് ഗ്രേറ്റസ്റ്റ് നമ്പർ. അപ്പോൾ അതുകൊണ്ട് നോ പ്രോബ്ലം, ഇവിടെ നമ്മൾ 5 എന്ന് എഴുതി. 9 - 6 3 ആണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ 3 ഈസ് ലെസ് ദാൻ 5 വരണം. അങ്ങനെ കേസിൽ നമ്മൾ 9 - 6 ഇവിടെ 3 എഴുതരുത്. അതിന് പകരം എന്താ നമ്മൾ കുറച്ച് 2 എന്ന് എഴുതാൻ പാടുള്ളൂ. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇവിടെ നോക്കാം. ഇവിടെ 5 ആണ്. 5ന്റെ കോംപ്ലിമെന്റ് 5 തന്നെയാണ്. ആ 5 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എന്താ വരിക? 8. ആ കോംപ്ലിമെന്റ് നമ്പർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണ്ട കേട്ടോ. ഇനി ഇവിടെ 2 - 1 നമുക്കറിയാം 1 1 - 0 1 ഒരു പ്രശ്നമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണതിന് പകരം ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യണം മാത്രം. ഒറ്റ നമ്പർ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടോ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ നോക്കി നോക്കുക. മനസ്സിലായോ? ഈ നമ്പർ ഇതിനേക്കാളും ലെസ് ആണെങ്കിൽ ഇവിടെ സബ്ട്രാക്ട് ചെയ്തതിനേക്കാളും ഒന്ന് കുറച്ച് എഴുതിയാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തും. ഇനി വേണോ ഒന്നുകൂടി നോക്കാം നമുക്ക്. ഞാൻ 4 ഡിജിറ്റ് നമ്പർ കേട്ടോ. 7 6 2 3 ചെറിയ നമ്പർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. 4 5 ഇരിക്കട്ടെ. 1 8 അതുകൊണ്ട് ഞാൻ കഴിഞ്ഞു. 7 - 4 ആക്ച്വലി 3 ആണ്. ആ 3 എഴുതാം, കാരണം ഇവിടെ 6 അല്ലേ, 3 എഴുതാം. 6 - 5 1 ആണ്. അതുകൊണ്ട് ഇവിടെ കുഴപ്പമില്ല. ഇവിടെ 2 - 1 അപ്പോൾ അത് 1 എഴുതാം. 2 - 1 അത് 1 ആണ്. പക്ഷെ ഇവിടെ 3 ഒന്നു 3 ഈസ് ലെസ് ദാൻ 8. അങ്ങനെ വന്നാൽ 1 എഴുതരുത്, 0 എഴുതണം മാത്രം. അതിന് ആകെ ശ്രദ്ധിക്കണ്ടോ. ഇനി 8 ആണ്. 8ന്റെ കോംപ്ലിമെന്റ് ഏതാണ്? 2 2 + 3 5 ആൻസറായി. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തന്നെയുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികളെ അനിയന്മാരൊക്കെ ഒന്ന് ഈ മെത്തേഡ് പഠിപ്പിച്ച് നോക്കുക. ബോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് കുറച്ചും കൂടി ഈസി ആവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം വേറെ ഏതെങ്കിലും മെത്തേഡിൽ ഏതെങ്കിലും മെത്തേഡായിട്ട് നാളെ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.